പകൽ മുഴുവൻ നോർമലായിരുന്ന ഒരാൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് ഓവർതിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ രാത്രി നിങ്ങൾക്ക് പുതിയ വിഷമങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ചില എവല്യൂഷണറി സൈക്കോളജി തിയറികൾ പ്രകാരം ഇതിന് പിന്നിൽ ഒരു സാധ്യതയുള്ള കാരണമുണ്ട്. ആദിമ മനുഷ്യന് രാത്രി എന്നത് ഏറ്റവും അപകടം പിടിച്ച സമയമായിരുന്നു. ഇരുട്ടിൽ എപ്പോൾ വേണമെങ്കിലും ആക്രമണമുണ്ടാകാം. അതുകൊണ്ട് രാത്രിയിൽ അലേർട്ടായിരിക്കാനും എന്തപകടമാണ് വരാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കാണാനും മനുഷ്യന്റെ തലച്ചോർ പരിണമിച്ചിരിക്കാമെന്നാണ് ഒരു തിയറി. അന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടി നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും മോശമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരാവശ്യമായിരുന്നു. ഇന്ന് നമുക്ക് ചുറ്റും വന്യമൃഗങ്ങളില്ല. പക്ഷേ അന്ന് ജീവൻ രക്ഷിക്കാൻ തലച്ചോർ ഉപയോഗിച്ച അതേ സർവൈവൽ സിസ്റ്റം ഇന്ന് നമ്മുടെ ഭാവി, ജോലി, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഓവർ തിങ്കിംഗ് ആയി മാറുന്നതായിരിക്കാം. ഇതൊരു എവല്യൂഷണറി കാരണം മാത്രമാണ്. എന്നാൽ ഇതുകൂടാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഇതിലേക്ക് നയിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാമത്തേത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ആണ്. പകൽ നമ്മൾ ജോലി, ഫോൺ എന്നിങ്ങനെ പല കാര്യങ്ങളിൽ ബിസിയായിരിക്കും. തലച്ചോർ എപ്പോഴും എൻഗേജ്ഡ് ആയതുകൊണ്ട് ഇത്തരം സങ്കടങ്ങൾക്കൊന്നും അപ്പോൾ ഒരു സ്പേസ് കിട്ടില്ല. നമ്മൾ മനഃപൂർവ്വം മറക്കുന്നതല്ല, മറിച്ച് തിരക്കുകൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നതാണ്. പക്ഷേ രാത്രിയിലെ നിശബ്ദതയിൽ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മുടെ മനസ്സിന് മറ്റു തിരക്കുകളൊന്നുമില്ലാതെ വരും. അപ്പോൾ പകൽ നമ്മൾ മാറ്റി നിർത്തിയ ആ പ്രശ്നങ്ങളൊക്കെ ഒന്നൊന്നായി വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തും. രണ്ടാമത്തേത് കോഗ്നിറ്റീവ് ഫെറ്റീഗാണ്, അതായത് മാനസിക ക്ഷീണം. ലോജിക്കലായി ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്രേക്ക് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരാളോട് പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തോന്നുമ്പോൾ വേണ്ട, അത് പ്രശ്നമാകും എന്ന് നമ്മളെക്കൊണ്ട് ലോജിക്കലായി ചിന്തിപ്പിക്കുന്നത് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. എന്നാൽ പകൽ മുഴുവൻ വർക്ക് ചെയ്ത് രാത്രിയാകുമ്പോൾ ഈ ഭാഗത്തിന് ക്ഷീണം സംഭവിക്കാം. അതോടെ ഈ ബ്രേക്ക് സിസ്റ്റം വീക്കാകും. നമ്മുടെ ഇമോഷണൽ കൺട്രോൾ കുറയും. പകൽ നിസ്സാരമായി തോന്നിയ കാര്യങ്ങൾ പോലും രാത്രിയിൽ വലിയ പ്രശ്നമായി തോന്നാൻ ഇതൊരു പ്രധാന കാരണമാണ്. മൂന്നാമത്തെ കാര്യം റുമിനേഷൻ. കഴിഞ്ഞുപോയ കാര്യങ്ങളോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളോ വീണ്ടും വീണ്ടും തലയിൽ പ്ലേ ആകുന്നതിനെയാണ് സൈക്കോളജിയിൽ റുമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു തരം ചിന്തകളുടെ അയവിറക്കൽ. നമ്മുടെ പ്രായവും സാഹചര്യവും അനുസരിച്ച് ഈ ചിന്തകൾ പലതാകാം. ചിലപ്പോൾ അത് എൻ്റെ ഭാവി എന്താകും, സാമ്പത്തികമായി ഞാൻ രക്ഷപ്പെടുമോ എന്നുള്ള ആശങ്കകളാകാം. അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ആരോട് പറഞ്ഞൊരു മണ്ടത്തരവും അന്ന് സംഭവിച്ച അബദ്ധവും ഓർത്ത് വീണ്ടും വിഷമിക്കുന്നതാകാം. ചിലപ്പോൾ അവർക്കിപ്പോൾ എന്നോട് പഴയ സ്നേഹമില്ലേ, എൻ്റെ വാക്കുകൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമോ തുടങ്ങിയ ചിന്തകളാകാം. അതുമല്ലെങ്കിൽ എല്ലാവരും ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നു, ഞാൻ മാത്രം എവിടെയും എത്തിയില്ലല്ലോ എന്ന തോന്നലാകാം. കൂടാതെ അനാവശ്യമായ ആരോഗ്യ ഉത്കണ്ഠകളും പ്രിയപ്പെട്ടവരെ എന്നെങ്കിലും നഷ്ടപ്പെടുമോ എന്ന പേടിയും നാളെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷനുമൊക്കെ ഇതിൽപ്പെടും. ഇത്തരം ചിന്തകൾക്കും ചോദ്യങ്ങൾക്കും അപ്പോൾ ഉത്തരം കിട്ടില്ലെങ്കിലും തലച്ചോർ അത് വിടില്ല. കാരണം കൂടുതൽ ചിന്തിച്ചാൽ ഇതിനൊരു പരിഹാരം കിട്ടുമെന്നൊരു തെറ്റായ വിശ്വാസമാണ് നമ്മളെ അതിൽ തന്നെ പിടിച്ചിരുത്തുന്നത്. ഈ ഓവർ തിങ്കിംഗ് എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണെന്നൊരു ഭ്രമം അത് നമുക്ക് നൽകിയേക്കാം. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് നമ്മളെ കൂടുതൽ കുരുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ സഹായിക്കേണ്ട ചിന്തകൾ തന്നെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥ. രാത്രിയിൽ പഴയ ചാറ്റുകൾ വായിക്കുന്നതും സാഡ് സോങ്സ് കേൾക്കുന്നതും തലച്ചോറിനെ കൂടുതൽ ഇമോഷണലാക്കും. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ചിന്തകളെ ബലമായി പിടിച്ചു നിർത്താൻ ശ്രമിക്കാതിരിക്കുക. പകരം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇമോഷണലായ കാര്യങ്ങൾ ഫോണിൽ കാണുന്നത് കുറയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ ചിന്തകൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. സൈക്കോളജിയിൽ ഇതിനെ ബ്രെയിൻ ഡംപിംഗ് എന്ന് പറയും. ചിന്തകൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുമ്പോൾ ആ വിവരങ്ങൾ സേഫായി റെക്കോർഡ് ചെയ്തു എന്ന് തലച്ചോറിനൊരു സിഗ്നൽ കിട്ടുകയും അലേർട്ട് സിസ്റ്റം പതുക്കെ ശാന്തമാകാൻ തുടങ്ങുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് രാത്രിയിൽ നിങ്ങൾക്ക് തോന്നുന്ന സങ്കടങ്ങളും ചിന്തകളും വ്യാജമല്ല എന്നതാണ്. ആ ഫീലിംഗ്സ് വളരെ റിയലാണ്. പക്ഷേ തലച്ചോറിൻ്റെ ക്ഷീണവും നിശബ്ദതയും ഒറ്റപ്പെടലും കാരണം ആ ചിന്തകളുടെ തീവ്രത സാധാരണയേക്കാൾ വളരെ കൂടുതലായി ഫീൽ ചെയ്യുന്നതാണ്. എന്നാൽ ഈ ഓവർ തിങ്കിംഗ് എല്ലാ ദിവസവും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ സ്ഥിരമായി തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണമാകാം. അങ്ങനെയെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാൻ ഒരിക്കലും മടിക്കരുത്. മനുഷ്യന്റെ മനസ്സിലെ ഇത്തരം കൗതുകകരമായ കാര്യങ്ങൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ ഈ ചാനലിനൊപ്പം കൂടാം. Until the next thought, the human delay.